Hello friends, Technique മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പോക്കോന്റെ ഏറ്റവും പുതിയ ഡിവൈസായ പോക്കോ X8 Pro Max. അപ്പോൾ പോക്കോ X8 സീരീസിൽ X8 Pro സീരീസിൽ രണ്ട് ഡിവൈസാണ് അനൗൺസ് ചെയ്തത്, X8 Pro X8 Pro Maxും. അപ്പോൾ Pro Max ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഏറ്റവും പവർഫുൾ ആയ ഹാർഡ്വെയർ ആണ് ഈ പ്രൈസ് സെഗ്മെന്റിൽ വരുന്നത്. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഒരുപാടധികം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പോരായ്മകളൊക്കെ തന്നെ നമ്മൾ ഒരു അൺബോക്സിങ്ങിൽ പറയാം. ഇത് റിവ്യൂ അല്ല, ജസ്റ്റ് നമ്മുടെ ഫസ്റ്റ് ഇംപ്രഷൻ അൺബോക്സിംഗ് മാത്രമാണ്. അപ്പോൾ പോക്കോ X8 Pro Maxന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷനിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം, എന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്യാം. പോക്കോ X8 Pro Max 5G ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ ഒബ്വിയസ്ലി നമുക്ക് സ്പെക്സ് കാണാൻ സാധിക്കും. MediaTek Dimensity 9500S ചിപ്പാണ് വരുന്നത്. അതേപോലെ ഇത് 3 നാനോമീറ്റർ ചിപ്പാണ്, 9500S. LPDDR5X ആണ്, UFS 4.1 ആണ്, 100 വാട്ട് ചാർജിങ്, 9000 mAh ബാറ്ററി, 6.83 ഇഞ്ചസ് ആംബുലൻഡ് ഡിസ്പ്ലേ ആണ്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ്, 4K വീഡിയോസ്, സ്ലോ മോഷൻ, 50 മെഗാപിക്സൽ AI ക്യാമറ, OIS ഉണ്ട്, മെറ്റൽ ഫ്രെയിം ആണ്, ഫൈബർ ഗ്ലാസ് ആണ് ബാക്കിൽ വരുന്നത്. അതേപോലെ ഷോമിൻ്റെ iSchool കൂളിംഗ് സിസ്റ്റം ഉണ്ട്, കൂളിംഗ് കൂളർ ഗ്ലാസ് 7i, IP68, HDR 10+, Dolby Atmos, പവർഡ് ബൈ ഷോമി ഹൈപ്പർ OS. 512GB വേരിയൻ്റ് ആണ്, ടോപ്പ് എൻഡ് വേരിയൻ്റ് ആണ്, ബ്ലൂ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യുക്ക് സ്പെസിഫിക്കേഷൻ പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ബോക്സ് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പോക്കോൻ്റെ ചെറിയ ബോക്സാണ് കാണുന്നത്. നമുക്കൊരു സിം ഇജക്ടർ പിൻ കാണാം. അതുകൂടാതെ നമുക്ക് ഇവിടെ ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ ഇതില്ലേ, മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ കാണാൻ സാധിക്കും. സാർ വാല്യൂ ഇവിടെ കാണാം, 0.929 ഹെഡ് സാറും ബോഡി സാറ് 791 ആണ് വരുന്നത്. അതുകൂടാതെ നമുക്കൊരു കേസാണ്, TPU കേസ്, സ്റ്റാൻഡേർഡ് TPU കേസാണ്, ബ്ലാക്ക് കളർ. പിന്നെ ഫോണാണ് വരുന്നത്. പിന്നെ നമുക്കൊരു 100 വാട്ട് അഡാപ്റ്ററാണ്, സ്റ്റാൻഡേർഡ് അഡാപ്റ്റർ. ഒരു USB Type-C ചാർജിങ് കേബിളാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഫോൺ പുറത്തെടുത്തു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് കിട്ടിയ ബ്ലൂ കളറ്. അപ്പോൾ നല്ല ഒരു സ്റ്റൈലിഷ് ലുക്കൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ക്യാമറ മോഡ്യൂൾ നല്ല ഭംഗിയിൽ ഇതുണ്ട്. ഫൈബർ ഗ്ലാസ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞത് ഫൈബർ ഗ്ലാസ് ആണ്. പിന്നെ ഇവിടെ മെറ്റൽ ഫ്രെയിമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് കൊള്ളാം, പോക്കോൻ്റെ ബ്രാൻഡിങ് കാണാം, ഡ്യുവൽ ക്യാമറ, ഇവിടെ LED ഫ്ലാഷ് ആണ്, പിന്നെ OIS എഴുതിയത് കാണാം. ഇവിടെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളിയം കീസ് ആണ് വരുന്നത്. ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം, അതേപോലെ താഴത്തും സ്പീക്കർ യൂണിറ്റ് കാണാം, സിം ട്രെയും USB Type-C പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അതേപോലെ IP68 റേറ്റിംഗ് കൊണ്ട് ഗുറില്ല ഗ്ലാസ് 7i ആണ് വരുന്നത്. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു നല്ല ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ തന്നെ വരുന്നത്. 6.83 ഇഞ്ചസ് ആണ്. അപ്പോൾ ഭയങ്കര ലാർജ് ഡിസ്പ്ലേ അല്ല, എന്നാൽ വളരെ കോമ്പാക്റ്റ്, ഒരു ഇടത്തരം സൈസാണ് ഡിസ്പ്ലേക്ക് വന്നിരിക്കുന്നത്. വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാര്യം പറയുകയാണെങ്കിൽ അറൌണ്ട് 218 grams ആണ് വരുന്നത്. 8.2 mm ആണ് തിക്നെസ് വരുന്നത്. അപ്പോൾ അത്ര ലൈറ്റ് വെയിറ്റും അല്ല, എന്നാൽ ഭയങ്കര സ്ലിം ഒന്നുമല്ല. കാരണം ഇതിനകത്ത് 9000 mAh ബാറ്ററി ഉണ്ട്, അത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ അത്രയും ബാറ്ററി ഉൾക്കൊള്ളിച്ചിട്ടും 8.2 mm വരുന്നുള്ളൂ എന്നുള്ളതാണ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം. പിന്നെ നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടുന്നത് 6.83 ഇഞ്ചസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു 90.3% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ആണ്. ബെസിൽസ് ഒക്കെ തന്നെ വളരെ മിനിമലാണ്, കണ്ടില്ലേ, മിനിമൽ ബെസിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനി ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതൊരു 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 2000 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആൻഡ് വിവിഡ് ഡിസ്പ്ലേ ആണ്. അതേപോലെ 3840 Hz PWM ഡിമ്മിങ് ഉണ്ട്, HDR 10+ സപ്പോർട്ടും ഉണ്ട്. അതേപോലെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് 3500, ഹൈ ബ്രൈറ്റ്നസ് മോഡിൽ 2000 nits ആണ് വരുന്നത്. അപ്പോൾ 3500 ആണ് പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ബ്രൈറ്റ് ഡിസ്പ്ലേ എന്ന് ഡെഫിനറ്റ്ലി പറയാം. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ല ടച്ച് റെസ്പോൺസും വളരെ സ്മൂത്ത് ആണ്. പിന്നെ നമുക്ക് കളേഴ്സ് ഒക്കെ നല്ല റിച്ച് ടോൺസ് ആണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെ ഞാൻ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ വരുന്നത്. പിന്നെ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഒബ്വിയസ്ലി. പിന്നെ കോറിയൻ ഗോറില്ല ഗ്ലാസ് 7i സപ്പോർട്ടും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഡിസ്പ്ലേൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്ന് കോംപ്രമൈസസ് ഒന്നും ഇല്ല എന്ന് പറയാം. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആവശ്യമുള്ള എല്ലാ ഫീച്ചേഴ്സും തന്നെ ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുണ്ട്. നല്ല റിച്ച് ടോൺസും ആണ്, വളരെ മിനിമൽ ബെസൽസും ആണെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. ഇനി സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹൈപ്പർ OS ആണ്. ആൻഡ്രോയിഡ് 16 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആൻഡ്രോയിഡ് 16 ഔട്ട് ഓഫ് ദ ബോക്സ് ഹൈപ്പർ OS ആണ് വരുന്നത്, 3.0.1. അതേപോലെ നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ടല്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. പിന്നെ നമുക്ക് ഹൈപ്പർ AI എന്ന് പറഞ്ഞാൽ ഒരുപാട് AI ടൂൾസ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. നമുക്കിപ്പോൾ അറിയാമല്ലോ, AI ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ബ്രാൻഡ്സും നോക്കുന്നത്. അപ്പോൾ ഇതിലും നമുക്ക് അത്യാവശ്യം നല്ല AI ടൂൾസ് ഉണ്ട്. പിന്നെ ഫോട്ടോ എഡിറ്റിങ്ങിലൊക്കെ തന്നെ AI ടൂൾസ് ഉണ്ട്.
പിന്നെ ഇന്റർ കണക്ടിവിറ്റി ഓപ്ഷൻ ഉണ്ട്. നമുക്കറിയാലോ ടാബ്ലറ്റിനും ലാപ്ടോപ്പിലേക്കൊക്കെ നമുക്ക് ഫോൺ മിറർ ചെയ്യാനും അതിൻ്റെ ഫയൽ ട്രാൻസ്ഫറിനും ഒക്കെ തന്നെ അനുയോജ്യമായതാണ് ഇന്റർ കണക്ടിവിറ്റി ഓപ്ഷൻ. പിന്നെ നമുക്ക് പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഐക്കൺ സ്റ്റൈൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലൊന്നും തന്നെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല. പിന്നെ അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് വരുന്നത്. HyperOS 3.0 ആണ് വരുന്നത്. അപ്പോൾ അതിലും എനിക്ക് വലിയ പരാതികളൊന്നും തന്നെ പറയാനില്ല. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ ബ്ലോട്ട് വേസ് ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാന്നുള്ളതാണ് കണ്ടില്ലേ. ഇത് അനാവശ്യമായ ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. ഈ ഗെയിംസ് ആണ് ഏറ്റവും കൂടുതൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതെല്ലാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് ക്ലീനപ്പ് ചെയ്യായിരിക്കും ഏറ്റവും നല്ലതുണ്ടല്ലേ. ഒരുപാട് ഇതുണ്ട്, ഇഷ്ടം പോലെ ഗെയിംസ്, ഒരു 10 ഗെയിംസോളം മിനിമം ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള. BGMI ആസ്ഫോൾട്ടൊക്കെ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത, ബാക്കിയുള്ള കുറേ ഗെയിംസ് ഈ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾഡ് ആണ്. ഇതുണ്ടല്ലേ, ഇനിയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ നമുക്ക് UI നല്ലൊരു എക്സ്പീരിയൻസ് ആണ് വരുന്നത്. അപ്പോൾ ഫോൺ വാങ്ങുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. കാരണം ഇതെല്ലാം ഈ ജങ്ക് ആപ്സ് എല്ലാം എന്താ വെച്ചാൽ കുഴപ്പമിച്ചാൽ ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വരും അനാവശ്യമായ. അപ്പോൾ ഇപ്പം ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം കളഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാം കളയാൻ പറ്റുന്നതാണ്, എല്ലാ ആപ്സും നമുക്ക് കളയാം, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതില്ല, ഞാനിപ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് അത്യാവശ്യം എല്ലാം ഒന്ന് ക്ലീനപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു UI എക്സ്പീരിയൻസ് ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ബ്ലോട്ട് വേസ് ഒന്ന് ക്ലീനപ്പ് ചെയ്താൽ മതി. ഓവറോൾ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ലാത്ത UI ആണ് ഇതിനകത്ത് ഓഫർ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 4+6 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതും ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കുഴപ്പമില്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പിന്നെ eSIM സപ്പോർട്ട് ഉണ്ട്. പിന്നെ ഈ ക്യാമറേൻ്റെ ചുറ്റും നമുക്ക് LED ലൈറ്റ്സ് ഉണ്ട്. അത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാതെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അഡീഷണൽ സെറ്റിംഗ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ലൈറ്റ് എഫക്ട്സ് കണ്ട് നമുക്ക് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇത് ഫോൺ ചാർജ് ചെയ്യുമ്പോഴാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരാം. ഫോർ എക്സാമ്പിൾ ഞാൻ ക്യാമറയിൽ ടൈമർ ഷോട്ടിൽ നമുക്ക് കാണിച്ചു തരാം എങ്ങനെ വരും. അതിന് മുമ്പ് ഇതിനകത്ത് കളർ നമുക്ക് സെറ്റ് ചെയ്യാം. നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത്, ആപ്പ് നോട്ടിഫിക്കേഷൻ ഏത് കളറാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ബ്ലൂ സെലക്ട് ചെയ്യാം. ഇൻകമിംഗ് കോൾസിന് റെഡ് സെലക്ട് ചെയ്തു, ആപ്പ് നോട്ടിഫിക്കേഷൻ. പിന്നെ ബ്രൈറ്റ്നെസ് സെറ്റ് ചെയ്യാം. റിതം ലൈറ്റ് എഫക്ട്സ്, മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ റിതം ലൈറ്റ്സ് വരും. ഗെയിം ലൈറ്റ് എഫക്ട്സും ഇൻക്ലൂഡഡ് ആണ്. ഇൻകമിംഗ് റിമൈൻഡേഴ്സിന് എന്താ പറയുക, കോൾസ് കോൺടാക്ട്സിനൊക്കെ ഏത് വേണം എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഇനി ഏതിന് വേണം എന്നുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ടൈമർ ഷോട്ട് എടുക്കാം. ഒരു ടൈമർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലേ, ഇപ്പം നിങ്ങൾക്ക് കാണാനില്ലേ ആ ലൈറ്റ്, 2 സർക്കുലർ ലൈറ്റാണ്. അപ്പോൾ ക്യാമറയ്ക്ക് ആക്ച്വലി വൈറ്റ് ആണ് വരുന്നത്. എന്നാൽ ചാർജിങ്ങിലും നോട്ടിഫിക്കേഷൻ നമുക്ക് മറ്റ് കളേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. എഗെയിൻ ഒരു നോട്ടിഫിക്കേഷൻ ലൈറ്റ് എന്നുള്ള ഇത് നോക്കിയാൽ മതി. അപ്പോൾ അതാണ് ഈ ഒരു ഡിവൈസിൽ കൊടുത്തിട്ടുള്ള ഒരു അഡീഷണൽ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ സോഫ്റ്റ്വെയർ ട്വീക്സ് ആണ് പോക്കോ X8 Pro Maxൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫോൺ അൺബോക്സ് ചെയ്തു. അതിനൊപ്പം തന്നെ ഇതിൻ്റെ ഡിസൈൻ എലിമെന്റ്സ് പറഞ്ഞു, ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞു, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പറഞ്ഞു, 4+6 years ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. ഇതിനകത്ത് വരുന്നത് മീഡിയടെക്കിൻ്റെ Dimensity 9500S ചിപ്പാണ്. ഇത് റിലേറ്റീവ്ലി ഒരു പുതിയ ചിപ്പാണ്, നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. കാരണം നമുക്കറിയാം Dimensity 9500 ആണ് ഇപ്പോഴത്തെ മീഡിയടെക്കിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ചിപ്പ്. ഇപ്പോൾ നമ്മളത് വിവോയിലൊക്കെ കണ്ടു, അതേപോലെ ഓപ്പോൻ്റെ Find X9 കണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അതേപോലെ തന്നെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2.8 million ആണ് കിട്ടുന്നത് ആൻറ്റിറ്റ്യൂഡ് സ്കോർ. എങ്കിൽ 9500 അത്രയില്ല, 9500 ഓൾമോസ്റ്റ് 3.8 million ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതായാലും കുറച്ച് കുറവാണ്. ഒബിയസ്ലി ഒരു 3 million ഒക്കെ ആവറേജ് കിട്ടിയിട്ടുണ്ട്, നമുക്ക് 2.8 ആണ് കിട്ടിയത്. നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്. അതേപോലെ തന്നെ UFS 4.1 സ്റ്റോറേജും LPDDR5X RAM ഉണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല എന്ന് പറയാം. അപ്പോൾ നല്ലൊരു പെർഫോമിംഗ് ചിപ്പാണ്. പിന്നെ ഷോമിൻ്റെ ഐസ് ലൂപ്പ് കൂളിംഗ് സിസ്റ്റം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ തെർമൽസിൻ്റെ കാര്യത്തിലും അത്യാവശ്യം നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് പറയാം. ഞാൻ ആൻറ്റിറ്റ്യൂഡ് ബെഞ്ച് മാർക്ക് റൺ ചെയ്തിട്ട് അറൗണ്ട് 5 degrees ആണ് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ അറൗണ്ട് 43-44 degrees ആണ് ഇതിൻ്റെ ടെമ്പറേച്ചർ പോയത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടും തെർമൽസ് നല്ല രീതിയിൽ മാനേജ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയി ടെസ്റ്റ് ചെയ്ത് ഗെയിമിംഗ് കളിച്ചാൽ വിശദമായ ഒരു പറയാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഇനീഷ്യൽ ഇംപ്രഷനാണ്. അപ്പോൾ അവരോട് നല്ല പെർഫോമൻസ് ആണ് ഇതിനകത്ത് കാഴ്ചവെക്കുന്നത്. ഒബിയസ്ലി നമുക്കറിയാമല്ലോ പോക്കോൻ്റെ X സീരീസും F സീരീസും ഒബിയസ്ലി പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പാണ്, മിഡ് റേഞ്ച് സെഗ്മെൻറ്റ്. അപ്പോൾ ഇതും ആ ഒരു സെഗ്മെൻറ്റിലേക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ ഓവറോൾ നല്ല പെർഫോമൻസ് ആണ് നമുക്ക് ഇത് കാഴ്ചവെക്കുന്നത്. അപ്പോൾ പിന്നെ എന്താ പറയുക, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സിൻ്റെ അത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ആണ്. പിന്നെ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്, അതിലൊന്നും കുഴപ്പമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഒരു സോളിഡ് പെർഫോമിംഗ് ഡിവൈസ് നമുക്ക് ഇതിനെ ഡെഫിനറ്റ്ലി വിശേഷിപ്പിക്കാവുന്നതാണ് പോക്കോ X8 Pro Max. ഇനി അടുത്തത് ക്യാമറയിലോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 50 MP പ്രൈമറി ക്യാമറയാണ്, ഒരു 8 MP അൾട്രാ വൈഡും OIS അവൈലബിൾ ആണ്. പിന്നെ 20 MP സെൽഫി ക്യാമറയാണ്. എഗെയിൻ ഇതൊരു ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല. പോക്കോൻ്റെ X സീരീസ് ഒബിയസ്ലി ക്യാമറ സെൻട്രിക് ആയി വരാറില്ല. ഇത്തവണ അത് ഏറെക്കുറെ തന്നെയാണ്.
അപ്പോൾ 4K 60fps വീഡിയോ റെക്കോർഡിങ്സ് റിയർ ക്യാമറയിൽ നിന്നുണ്ട്. എന്നാൽ ഫ്രണ്ട് ക്യാമറയിൽ 1080p 60fps അവൈലബിൾ ഉള്ളൂ. ഇനി ക്യാമറ ക്യാപ്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഒന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസെൻറ്റ് ക്വാളിറ്റി ഡേ ലൈറ്റ് ഷോട്ട്സ് ആണ്. കളേഴ്സും കുഴപ്പമില്ല, ഒരുപാട് സാച്ചുറേറ്റഡ് ഒന്നുമല്ല, എന്നാൽ ഡീസെൻറ്റ് കളേഴ്സ് വരുന്നുണ്ട്. ഷാർപ്നെസ് ലെവൽസ് കുഴപ്പമില്ല. എന്നാൽ സ്കിൻ ടോൺസ് ചില രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. പോർട്രേറ്റ്സിലൊക്കെ കുറച്ചൊരു ഓവർ ഷാർപ്പനിങ് ഉണ്ട്. അത് അത്ര ഒരു ഭംഗി വരുത്തുന്നില്ല എന്നുള്ളതാണ്. ഓവർ ഷാർപ്പനിങ് ഉണ്ട്. അത് പണ്ടത്തെ പോക്കോ X7 സീരീസിലും ആ ഇഷ്യൂ ഉണ്ടായിരുന്നു. പൊതുവെ പോക്കോന്റെ ഡിവൈസിലൊക്കെ വരുന്നതാണ്. അത്രയ്ക്കൊരു ഫൈൻ ട്യൂൺഡ് അല്ല ക്യാമറയ്ക്ക്, അതാണ് കുഴപ്പം. അപ്പോൾ ഓവറോൾ എനിക്ക് തോന്നുന്നു ഒരു എബോ ആവറേജ് ക്യാമറ എക്സ്പീരിയൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഒരു പെർഫെക്റ്റ് ക്യാമറ സ്മാർട്ട് ഫോൺ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇതൊരു ഗെയിമിംഗ് സെൻട്രിക്കും പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ക്യാമറയ്ക്കൊക്കെയാണ് മുൻതൂക്കം കൊടുക്കണമെങ്കിൽ ഭയങ്കര ഒരു വാവ് ഫാക്ടർ ഇതിനകത്ത് വരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഓവറോൾ എനിക്കൊന്നും കുഴപ്പമില്ല. 4K 60fps ഫുട്ടേജും കുഴപ്പമില്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 50 മെഗാ പ്രൈമറി OIS ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ബാറ്ററിയിലോട്ട് പോകാം. അതാണ് ഇതിൻ്റെ ഏറ്റവും കിടുക്കാച്ചി കാര്യം എന്ന് പറയുന്നത്. 9000 mAh ബാറ്ററി, 100 watt ചാർജിങ്. 9000 mAh എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ വർഷം തന്നെ 6500 7000 ഒക്കെ വന്നിട്ട് തന്നെ നല്ല ബാറ്ററി ലൈഫാണ് കിട്ടിയത്. അപ്പോൾ ഇത് കിഡിലും ബാറ്ററി ലൈഫ് ആയിരിക്കും. സിലിക്കൺ കാർബൺ ബാറ്ററി കൂടിയാണ്. അതുകൊണ്ടാണ് ഇത്രയും സ്ലിം ഫോം ഫാക്ടറിൽ വരാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ബാറ്ററി പെർഫോമൻസ് ഒബ്വിയസ്ലി നല്ലതായിരിക്കും, അതിലൊരു സംശയമില്ല. നമ്മൾ വിശദമായി ടെസ്റ്റ് ചെയ്ത് റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ പറയാം. എന്നാലും എനിക്ക് നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാൻ 2 ദിവസം യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അത് ഇനീഷ്യൽ യൂസേജ് മാത്രമാണ്. അപ്പോൾ ഇനി ഓവർ പീരീഡ് ഓഫ് ടൈം കുറച്ചും കൂടെ ബെറ്റർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ നല്ല ബാറ്ററി ലൈഫാണ് നമുക്ക് കിട്ടുന്നത്. 100 watt ചാർജർ അതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് സോർട്ടഡ് ആണ്. വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. അപ്പോൾ ഇതായിരുന്നു പോക്കോ X8 Pro Maxന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻ. ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഡിവൈസ്. ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈൻ നല്ലതാണ്. IP68 റേറ്റിംഗ് ഉണ്ട്. നല്ല ഡിസ്പ്ലേ എക്സ്പീരിയൻസ് ആണ്. സോഫ്റ്റ്വെയറും കുഴപ്പമില്ല. പെർഫോമൻസ് സോളിഡ് ആണ്. ബാറ്ററി ലൈഫ് എക്സലൻ്റ് ആണ്. പിന്നെ ക്യാമറാസ് മാത്രമേ ഉള്ളൂ ഒരു ആവറേജ് അല്ലെങ്കിൽ സ്ലൈറ്റ്ലി എബോ ആവറേജ് എന്ന് പറയാവുന്നത്. ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രൈസ് അല്ല. കഴിഞ്ഞ വർഷം X8 സീരീസ് ഒക്കെ അറൗണ്ട് 30,000 താഴെ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ X8 Pro Max അറൗണ്ട് 40 റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈസിങ് കാണാൻ നമ്മൾ ഇതിൻ്റെ ഒഫീഷ്യൽ പ്രൈസിങ്ങും വേരിയൻസും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഒബിയസ്ലി പ്രൈസിങ് കൂടിയിട്ടുണ്ടെങ്കിലും പെർഫോമൻസിലോ അല്ലെങ്കിൽ സോഫ്റ്റ്വെയറിലോ ഹാർഡ്വെയറിലോ ഒന്നും കോംപ്രമൈസ് ഇല്ല എന്ന് പറയാം. കാരണം UFS 4.1 ഉണ്ട്, LPDDR5X RAM ഉണ്ട്, നല്ല പെർഫോമിംഗ് ചിപ്പും ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ക്യാമറയും കൂടെ ഒന്ന് ബെറ്റർ ആക്കിയിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു പാക്കേജാണ് ഡെഫിനറ്റ്ലി പറയാം. എന്നാലും ഇത് അത്യാവശ്യം നല്ല ഒരു പാക്കേജാണ്. ക്യാമറ സെൻട്രിക് ഡിവൈസ് അല്ല നോക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു ഓപ്ഷനാണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പോക്കോ X8 Pro Max നല്ലതാണോ? ഏതൊക്കെ ഏരിയാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എല്ലാം തന്നെ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.